ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം കിട്ടിയതാണ് നിയമസഭയിൽ കടുത്ത പ്രതിഷേധത്തിന് പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചത്. ഞെട്ടിപ്പിച്ച കൊള്ളയിൽ ശക്തമായ സമീപനം സ്വീകരിക്കണമെന്ന രാഷ്ട്രീയ സമ്മർദ്ദവും പ്രതിപക്ഷത്തെ അസാധാരണ നടപടികളിലേക്ക് നയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ വിഷയം ഇനിയും ബാധിക്കുന്നത് തടയുന്നതിനു വേണ്ടിയാണ് ഭരണപക്ഷം ശക്തമായ പ്രതിരോധം തീർത്തത്. ഗൗരവമുള്ള രാഷ്ട്രീയ ഭരണ പ്രശ്നങ്ങൾ ശൂന്യവേളയിൽ ഉന്നയിക്കുന്നതാണ് നിയമസഭയിലെ രീതി. ഇത് മാറ്റിവെച്ച് ചോദ്യോത്തര വേള തന്നെ പ്രതിഷേധത്തിന് വേദിയാക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ രാഷ്ട്രീയ പ്രാധാന്യം തിരിച്ചറിഞ്ഞാണ്. കുറ്റപത്രം സമർപ്പിക്കാത്ത മൂലം 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിട്ടും സഭയിൽ പ്രതിഷേധം ഉയരുന്നില്ല എന്ന UDF പാർലമെന്റ് പാർട്ടിയിലെ വിമർശനമാണ് ശക്തമായ ഇടപെടലിന് പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചത്. തട്ടിപ്പിന്റെ കേന്ദ്രബിന്ദുവായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ തണുപ്പൻ സമീപനം സ്വീകരിക്കുന്ന വിമർശനം രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ലെന്ന് കൂടി മനസ്സിലാക്കിയാണ് പ്രതിപക്ഷം സഭയെ പ്രക്ഷുബ്ധമാക്കിയത്. ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാവില്ല. എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങും എത്താതെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയിൽ മുഖ്യ പങ്കുവഹിച്ച വിഷയത്തിൽ ഇനിയും പ്രതിരോധത്തിലേക്ക് പോകുന്നത് രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കുന്ന തിരിച്ചറിവിലാണ് ഭരണപക്ഷം ശബരിമല വിഷയത്തെ സമീപിക്കുന്നത്. ഈ സമ്മേളന കാലയളവ് മുതൽ ആക്രമണ ശൈലി സ്വീകരിച്ച ഭരണപക്ഷം സോണിയാഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സർക്കാരിനെ പഴിചാരേണ്ടെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. ഈ സ്പെക്കുലേഷൻ, ഊഹാഭോഗങ്ങൾ ഒന്നുകിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, ഇത് മാത്രമല്ലേ ഈ ഊഹാഭോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന സഭാ സമ്മേളനം സ്വാഭാവികമായും രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് വേദിയാകും. എന്നാൽ പരിധിവിട്ട ഇടപെടലുകൾ നിയമസഭയുടെ അന്തസ്സിനെ തന്നെ ബാധിച്ചേക്കാം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.